അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമീപസ്ഥരും വിദൂരസ്ഥരുമായി അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ ജീവിതത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വലിയ കാരുണ്യത്താൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്ക് ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഒരുമിച്ച് പാടുക. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മക്കൾ മനസ്സിൽ കർത്താവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യണം. കർത്താവെ, എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കാര്യം സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിലൊരു നല്ല ശതമാനം സാക്ഷ്യം പറയാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെയാണ് ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. കാരണം നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ സ്പിരിറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെന്ന് പറയും. കാര്യം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മുമ്പ് അമ്മ നമുക്ക് നൽകിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 ഒക്ടോബർ മുതൽ നവംബർ 24-ാം തീയതിയാണ് പ്രാർത്ഥന തന്നത്. അത് 5 മിനിറ്റ് ഒരു 42 സെക്കൻഡ് കൊണ്ട് അമ്മ തന്ന പ്രാർത്ഥനയാണ്. അത് 6 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലത്ത് 6 മാസം കുറേ അടയാളങ്ങൾ സംഭവിച്ചായിരുന്നു. ആ അടയാളങ്ങൾ സംഭവിച്ച കാരണം പിന്നെ ഉടമ്പടി പ്രാർത്ഥന തന്നപ്പോൾ ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കളഞ്ഞില്ല, മാറ്റിവെച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ കൂടെയാക്കി വെച്ചു, അതിൻ്റെ അകത്താക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് നമ്മൾ വെളുപ്പിനെ ചെല്ലണ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എന്താ? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിഷയം തിരുസഭ ഏറ്റെടുക്കണം. അതാണ് മാതാവിൻ്റെ ഉദ്ദേശം. അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യുന്ന സഹോദരങ്ങൾ അതിൻ്റെ മർമ്മം അറിയണം. അതായത് ഈ ഇത്രയും വലിയ സാക്ഷ്യങ്ങളല്ല, ഇനി 10,000-കണക്കിന് സാക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ചേട്ടായിയുടെ സാക്ഷ്യം കേട്ടില്ലേ? എൻ്റെ അപ്പൻ മരിക്കുകയില്ല. എന്താ കാര്യം? ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴേ അതിക്ക് മുമ്പ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അപ്പൻ അടക്കേണ്ട കുഴിമാടങ്ങൾ വിലക്ക് വാങ്ങിച്ചായിരുന്നു. എൻ്റെ അപ്പൻ മരിക്കുകയില്ല, ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വെന്റിലേറ്ററിൽ കിടന്ന് ആദ്യം തള്ളവിരൽ ചലിപ്പിക്കാൻ തുടങ്ങി. ജീവൻ കയറി വരികയാണ്. പിന്നെ കാലനക്കി, തൊണ്ടയനക്കി, വാ പൊളിച്ചു, കണ്ണ് തുറന്നു, ആൾ പതുക്കെ ജീവൻ പ്രാപിച്ചു വരികയാണ്. അപ്പോൾ ഇനി ഇതിനേക്കാൾ ഉടനെ തിരിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് കുഴിമാടം ഇപ്പോൾ വേണ്ട, അപ്പനെ അമ്മ ഉയർപ്പിച്ചു, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉയർപ്പിച്ചു. ഇത് തന്നെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലൊക്കെ നടക്കും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. ഇപ്പം 12 പ്രാവശ്യം IELTS എഴുതി മോള് അവസാനം അമ്മയോട് വന്ന്, അമ്മേ എൻ്റെ ബുദ്ധിയും കഴിവും ഓർമ്മശക്തിയും ഉള്ള കാര്യങ്ങളെല്ലാം ഇനി എനിക്ക് അമ്മ തന്നെ എന്നെ കൈപിടിച്ച്
ഉയർത്തിയാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളെന്ന് പട്ടാങ്ങി പറഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്ത ഉടനെ അവളെ അമ്മ ജയിപ്പിച്ചു. പിന്നെ അതിൻ്റെ കൂടെ വന്ന് എക്സാമിനേഷൻ ജയിപ്പിച്ചു. ഇതുപോലെ അതും മരിച്ചുപോയ ഒരു വിദ്യാഭ്യാസ മേഖലയായിരുന്നു. മരിച്ചുപോയതായിരുന്നു, അത് മരവിച്ചു പോയ വിഷയമാണ്. അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നു. സാമ്പത്തിക കടങ്ങളുടെ മേഖലകളെ ഒരു 3-4 മാസത്തെ സാക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി. സാമ്പത്തിക മേഖലയിൽ മനുഷ്യൻ വളരെയേറെ വേദനിച്ച് കഴിയണ ഒത്തിരി കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അമ്മ. ഇതെല്ലാം ഓർത്തുകൊണ്ട് അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടി എപ്പോഴും അതിൻ്റെ ഓരോ മാസവും നമ്മൾ കൂടുന്ന 6 പ്രാർത്ഥനകളുണ്ട് അല്ലേ. ഒന്ന് നമ്മളിവിടെ വന്നു കൂടുന്നു, ബാക്കി 5 പ്രാർത്ഥനയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷനിലും കൂടുന്നു. പ്രാർത്ഥിച്ചാണ് കൂടുന്ന ജനങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ കൂടിയ മകനാണ്. അതിന് ആന്തരിക ബോധ്യം കിട്ടിയത്. അവൻ പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ ഞാൻ അമ്മയുടെ ധ്യാനം കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവളിലൂടെ എന്താണ് ആഴമായ ആന്തരിക ബോധ്യം കിട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ആന്തരികമായ ബോധ്യം ആ മകന് കിട്ടിയിട്ടാണ് അപ്പനെ ഉയർപ്പിക്കുന്നത്. അതൊക്കെ അമ്മ തരുന്ന ഒരു അറിവടയാളങ്ങളാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഈ ധ്യാനത്തിലെല്ലാം എൻ്റെ മക്കൾ ഉടമ്പടിയുടെ ഒരു ഹൃദയം എന്താണെന്ന് അറിയണം. ഉടമ്പടിക്ക് 2 അവയവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മനുഷ്യന് 2 ഫാക്കൽറ്റി ഇല്ലേ, 2 കഴിവ് പ്രാഭവ കേന്ദ്രമുണ്ട് നമ്മുടെ. എന്താണ്? ഒന്ന് നമ്മുടെ വിൽ, മനസ്സ്. രണ്ടാമത്തെ നമ്മുടെ ഇൻ്റലക്റ്റ്, ബുദ്ധി അല്ലേ. മനുഷ്യന് 2 ഫാക്കൽറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് തിയറി ഉണ്ടാകുന്നത്, തലയിൽ നിന്നല്ലേ ആശയങ്ങൾ ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പ്രയോഗം ഉണ്ടാകുന്നത്. ഇച്ഛാശക്തി എന്ന് പറയത്തില്ലേ, വിൽ. അത് എവിടെയാണ്? ഇപ്പോൾ ബുദ്ധിപരമായിട്ട് ശരിയാണെങ്കിലും ചിലർ പറയില്ലേ, ഓ എനിക്ക് മനസ്സില്ല. ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായിട്ടും ആശയപരമായിട്ടും തിയററ്റിക്കലായിട്ടും സൈദ്ധാന്തികമായിട്ടും ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കതിനുള്ള ഇച്ഛാശക്തി ഇല്ല എന്ന്. ഇപ്പോൾ 2 ഫാക്കൽറ്റി മനുഷ്യന് വേണം ഒരു ആക്ഷൻ സംഭവിക്കണമെങ്കിൽ. ഉടമ്പടിക്കും 2 ഫാക്കൽറ്റി ഉണ്ട്. എന്താണ്? ഒന്ന് അതിൻ്റെ നിബന്ധനകളാണ്. അതാണ് നിബന്ധനകൾ വളരെ കാർക്കസ് കാര്യം. നിബന്ധനകൾ 6 എണ്ണം ഉണ്ട് നമുക്ക്. ആ നിബന്ധനകളെല്ലാം എന്താ? ഒറ്റ വാക്കാണ് നിബന്ധന. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. മരിയൻ ഉടമ്പടിയും ബൈബിളിലെ സാധാരണ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഉടമ്പടി നോഹിൻ്റെ കാലം മുതൽ, എബ്രഹാത്തിൻ്റെ കാലം മുതൽ, മോസസിൻ്റെ കാലം മുതൽ ഇങ്ങനെ ദൈവം ജനത്തോട് ബന്ധപ്പെടുന്ന ഒരു പൊതു ഫോർമാറ്റാണ്, ഒരു പൊതു ഫോർമുലയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷയം മനുഷ്യൻ വാഗ്ദാനം പ്രാപിക്കാൻ മനുഷ്യൻ, ഇപ്പോൾ എബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിച്ചത്? വിശ്വാസം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഒരു വിഷയമുണ്ട്. എന്താണ്? അതിൻ്റെ സമയം അപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എബ്രഹാത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ മേൽ പ്രാപിക്കാൻ സമയത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇസഹാക്ക് ജനിക്കാൻ താമസിച്ച കൊണ്ട് സാറ എബ്രഹാത്തിനെ സമ്മർദ്ദത്തിലാക്കി ഹാഗറിനെ കൊണ്ട് കുഞ്ഞിനെ പ്രസവിപ്പിച്ചത്. ആ സമയത്തിന് മേൽ കൺട്രോൾ ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ച വിഷയമാണത്. പക്ഷെ മരിയൻ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടേത് എന്താ? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ്? സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരമാണത്. അതാണ് സാധാരണ ഉടമ്പടിയും മരിയൻ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. സമയമായില്ല എന്ന് അമ്മ ഈശോയോട് പറയുമ്പോഴേ, ഈശോ അമ്മയോട് പറയുമ്പോഴേ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണ്. ആദ്യം ലൂക്ക 1:28 ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. എൻ്റെ ദൈവവേദനെ
ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കൃപ നിറയുകയാണ്. കൃപ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ജ്ഞാനവും നിറയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി സമയമാകാത്തൊരു വിഷയമാണ് ഈശോൻ്റെ ജീവിതത്തിലെ പരസ്യജീവിതം തുടങ്ങേണ്ട കാലം, പിതാവിൻ്റെ മനസ്സിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം, വീര്യപ്രവർത്തികളുടെ കാലം, അത് പിതാവിൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ആ സമയത്തെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന ഉപദേശമാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുകയെന്നുള്ളത്. അല്ല, വെള്ളം കോരാനും പണി നിറക്കാനുമുള്ള വിഷയമല്ലത്. ബൈബിൾ ആകമാനം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി സീനായി മലമുകളുടെ താഴ്വരയിൽ സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? മോസസിനെ അവർ രഹസ്യമായിട്ട് കൊല്ലാൻ തീരുമാനിക്കും. അവരുടെ മനസ്സതാണ് വെളിപ്പാക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന നാട് പ്രാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജെറിക്കോ കോട്ടയാണ്. ജെറിക്കോ കോട്ട രാക്ഷസന്മാരുടേതാണ്. അവർ യുദ്ധ നൈപുണ്യമുള്ളത് കാരണം ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രയേലിന് യുദ്ധത്തിൻ്റെ പരിപാടി അല്ലായിരുന്നു. ഈജിപ്തിലെ അവർ ഇഷ്ടിക പണിക്കാരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജെറിക്കോ കോട്ടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഇവരെ കൊന്നു കളയും. ബാക്കി കുറേ പേര്, 1-2 പേര്, 1,00,000 പേര് അവശേഷിച്ചാലും ജോർദാൻ നദി ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നമാകും. എന്താണ്? ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ ആൾക്കാരെ എത്ര വള്ളത്തിനകത്തോട്ട് കിടക്കാൻ പറ്റും? വള്ളമില്ലെങ്കിൽ ഇപ്പോൾ ഇന്നലാ മാർഗം നീന്തി പോകാനേ പറ്റത്തുള്ളൂ. നീന്തി അക്കരത്ത് ചെല്ലുമ്പോൾ കാനാനിയൻസ് ഉണ്ട്, ജബൂസിയരുണ്ട്, ഫിലിസ്തീയരുണ്ട്, വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അതോടുകൂടി യാത്ര തീരും. ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തടസ്സമായെന്നൊക്കെ ഉന്നയിച്ച് നോക്കുമ്പോഴേ നമ്മുടെ മുമ്പിലുള്ള പരിപാടി എന്താ? ഇവൻ്റെ പരിപാടി അങ്ങോട്ട് തീർക്കുകയാണെങ്കിൽ, മോസസിൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം. അവിടെ അടിമയായി ജീവിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാളയത്തിൽ പടയായി. അതിൻ്റെ അങ്ങനെയുള്ള ഛിദ്ര ചിന്തകൾ ജനങ്ങളുടെ ഇടയിൽ വന്ന് നിരാശ പിടിച്ചിരിക്കുന്ന സമയത്ത് ആണ് മോസസ് ഉടമ്പടി മല അടിവാരത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. എന്നിട്ട് യഹോവയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടും. ജീവിതം വഴിമുട്ടുമ്പോഴാണ് നീ ഉടമ്പടി മലയിൽ വരേണ്ടത്. കൈ അടിച്ച് കർത്താവിനുള്ള ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ജീവിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിൽ ആരാധന നടത്തുന്ന ഓരോ മകനെയും മകളെയും നീ ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷ ലോകാന്തരങ്ങളിലെ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളിലെ പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവം പറഞ്ഞു, ഇത്രയും വിഷമിക്കേണ്ട, നിന്റെ ചങ്ക് പതറേണ്ട കാര്യമില്ല. ജനങ്ങളോട് പറയണം, അവരുടെ ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ ഞാൻ അവരുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ്. ഞാൻ അവരുടെ കൂടെ വരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാനവിടെ കൂടെ വരുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വ്യഭിചരിക്കാൻ പാടില്ല. അതാണ് ആദ്യം പറയണത്. പിന്നെ അവർ പരസ്പരം കൊല്ലാൻ പാടില്ല. പിന്നെ എന്താ? അവർ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. പിന്നെ എന്താ? എൻ്റെ സ്ഥാനത്ത് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. പൊയ് ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കരുത്. ഞാനാണ് അവരുടെ ദൈവമെന്ന്. പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടിയുടെ എൻ്റെ മക്കൾ ഓർക്കണം, എന്തോ ഒരു ഈ 10 കൽപ്പന കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണം. എന്താ കാര്യം എന്നറിയാവോ? ആ 10 കൽപ്പന പാലിപ്പിച്ചുകൊണ്ട്
ദൈവം നമ്മളെ നിർഗുണന്മാരാക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ ജെറിക്കോ കോട്ട പൊടിക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ ജോർദാൻ നദി വറ്റിക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ വരാനുള്ള ദൈവത്തിൻ്റെ ഗാഢമായ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. കൈ അടിച്ചു കർത്താവ്. വയറിന് താഴേക്ക് ഇങ്ങനെ ഊടിൻ്റെ താഴേക്കുള്ള വശങ്ങളിങ്ങനെ പഴുത്ത കുരുക്കൾ കാണുന്നുണ്ട്. അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ പൊള്ളണ പോലെയും തോന്നുന്നുണ്ട്. ഉദര രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി ഉദര രോഗമുള്ളവരെ വയറ്റി കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉദര രോഗമുള്ളവരെ വയറ്റി കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനങ്ങളോട് മോസസ് പറഞ്ഞു, കർത്താവ് നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജോർദാനെ നമ്മൾ പേടിക്കണ്ട, ഒരു വള്ളവും നമ്മൾ തിരക്കണ്ട. 6 ലക്ഷം പേരെ ഈ ജോർദാൻ വറ്റിച്ചുകൊണ്ട് വരണ്ട ഭൂമിയിലൂടെ നമ്മുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവം വാഗ്ദാന നാട്ടിൽ നമ്മളെ എത്തിക്കും. ഇനി ജെറിക്കോ കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. മോസസിൻ്റെ കാലം വരെ ദൈവം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുണ്ട്, നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. അതാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ 14:14. നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ്, നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് തന്നെയാണ് ഫിലിപ്പിയർ എഫേസ്യ ലേഖനത്തിൽ 2:8 പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന് കൈ അടിച്ച് കർത്താവ്. ഇത് കേട്ടതുകൂടി ജനങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വരാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ ബഹുമായികളെന്ന് പറഞ്ഞപ്പോൾ, ഞാനാണ് നിൻ്റെ ദൈവം, മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ, ജനം കൈ ഉയർത്തി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. കർത്താവ് പറഞ്ഞതുപോലെ ജോർദാൻ പൊടിക്കാൻ, ജോർദാൻ വറ്റിക്കാൻ, ജെറിക്കോ പൊടിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ പങ്കുചേർക്കാൻ, ദൈവത്തിൻ്റെ പക്ഷം നിൽക്കാൻ ഞങ്ങൾ ചെയ്യും. എന്താണ്? കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തവരെ ഉടമ്പടി നിബന്ധനകള് നിറവേറ്റിക്കൊണ്ട് വിശുദ്ധി പാലിച്ച് എബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകത്തില് 17:1 ദൈവം സംസാരിച്ചതുപോലെ നീ എൻ്റെ മുമ്പാകെ വേപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കർത്താവേ, അങ്ങയുടെ മുമ്പില് കുറ്റമറ്റവളായി വേപരിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ, വചനം പാലിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സുദുര ഹല്ലേലൂയ. ആദ്യകാലം മുതൽ പറയണതാണ്. എന്താണ്? എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അങ്ങനെ വന്നാൽ നിൻ്റെ വിശുദ്ധിയിലെ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഇമ്മാനുവേൽ. ഇതും ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. വചനം മാംസമായത് എബ്രാഹത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നിനക്ക് നിൻ്റെ സന്തതിക്ക് ഞാൻ അവകാശമായി നൽകുമെന്ന് പറയുമ്പോൾ സന്തതികൾക്കല്ല, യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചതെന്ന് ഗലാത്യർ 3:15-16 പറയണത് കർത്താവിനെ ഉദ്ദേശിച്ചാണ്. എല്ലാം ദൈവത്തിന് ഉടമ്പടിയാണ്. സ്വന്തം മകനെ ലോകത്തിന് നൽകണത് പോലും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രനീയം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രനീയം. പുറപ്പാടിൻ്റെ 18-19-8 കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വചനം പോലെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ മരിയൻ വാക്കാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഉടമ്പടിയിലെ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്.
നമുക്ക് ഉടമ്പടി തന്നപ്പോൾ അമ്മ അത് വ്യാഖ്യാനിച്ചു തന്നു. മകനെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് വെച്ചാൽ ഈശോ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ, അനുദിന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചാൽ മതിയെന്ന് അവൻ നമ്മളോട് പറഞ്ഞതാണ്. ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ പത്രം വാങ്ങിക്കണത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ഓരോരുത്തരും കൊടുക്കണത്. അവൻ പറഞ്ഞതാണ്. എന്തിനാണ് പത്രം? നിങ്ങൾ സാക്ഷ്യം പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾക്കൊരു പത്രം കിട്ടി, അങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം പ്രചരിക്കപ്പെട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. അറിയാത്തവർ അറിഞ്ഞല്ലേ അർത്ഥം, അറിഞ്ഞവർ ആഴപ്പെട്ടെന്നല്ലേ അർത്ഥം. വലിയ സുവിശേഷ വേലയാണ് കേരളം മുഴുവൻ നടക്കുന്നത്, ലോകം മുഴുവൻ നടക്കുന്നത്. അവൻ പറഞ്ഞതാണ് അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതുകൊണ്ടാണ് നമ്മൾ 3 പാപങ്ങൾ എടുത്തുപേക്ഷിക്കുന്നത്. ഉടമ്പടിയും നമ്മൾ 3 പാപങ്ങൾ 3 മാസം കൊണ്ട് എടുത്തുപേക്ഷിക്കത്തില്ലേ? എന്താ കാര്യം? മർക്കോസിൻ്റെ 1:15 അവൻ പറഞ്ഞതാണ്. എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. വിശുദ്ധിയാണത്. അത് എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:1 മർക്കോസിൻ്റെ 1:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതെല്ലാം ഉടമ്പടിയുടെ നിബന്ധനകളാണ്. വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി അമ്മ തന്നിരിക്കുന്ന രക്ഷപ്പെടാനുള്ള സൂത്രവാക്യമാണ് ഉടമ്പടി. അതുകൊണ്ട് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ ഓർക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ലത്തീൻ പള്ളികളിലെല്ലാം വായിച്ച ഒരു സുവിശേഷമുണ്ട്. പത്രോസ് കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ മീനില്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിക്കണ സുവിശേഷമാണ്. മീനില്ലാത്ത കടലാണ്, മീനുള്ള കടലിൽ നിന്നല്ല മീൻ പിടിച്ചിരിക്കണത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, അച്ഛാ 2 കോടി കടമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ നിൽക്കും. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അത് രക്ഷപ്പെടാൻ വേണ്ടി മാനുഷികമായ വല്ല വഴിയുണ്ടോ എന്ന്. അപ്പോൾ അവരെന്നോട് തിരിച്ചു പറയും, അച്ഛാ ഒരു വഴിയുമില്ല, കിട്ടാനുള്ള സ്ഥലത്തു നിന്നെല്ലാം വാങ്ങിച്ച് കുഴിക്കാനുള്ളെല്ലാം കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോരുത്തും കുഴിക്കാൻ ഇല്ല, സ്ഥലമില്ല, കിട്ടാനില്ല, വാങ്ങിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും. സന്തോഷത്തോടെയാണ് ചിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? നമ്മളെ ബുദ്ധിക്കും ശക്തിക്കും ശേഷിക്കും ശേഷിക്കുമൊക്കെ ഒരു വഴി കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ 14:6 അവൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വഴിമുട്ടുമെന്ന്. നിനക്ക് വഴിമുട്ടുമ്പോൾ ഞാനാണ് വഴിയെന്ന്. എൻ്റെ ദൈവത്തിലെ നിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വഴിയേ ഇല്ലെന്നല്ല, കർത്താവാണ് എൻ്റെ വഴിയെന്നാണ്. കൈ അടുത്ത് കർത്താവ്. അപ്പോൾ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഈശോ പത്രോസിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മീൻ പിടിക്കാനായി ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവനും പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മത്സ്യത്തൊഴിലാളി സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്ത് ദുരന്തം എന്താണെന്ന്. രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം എന്നറിയാവോ? ഈ രാത്രി മത്സ്യത്തൊഴിലാളികൾ സാധാരണ പണിക്ക് പോകുന്നത് ഈ സീസണിലൊക്കെ നിരോധിച്ചിരിക്കുക. പണ്ട് നിരോധനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാത്രി പണിക്ക് പോകാൻ കാരണം? പകല് ഇതുപോലെ സമ്മർ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ വേനലല്ലേ, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ചൂട് പിടിക്കും. നമ്മുടെ ചൂടിനേക്കാളും മിക്കവാറും 45 സെൻറ്റിഗ്രേഡൊക്കെയാണ് ഗലീലിയ കടലേ. നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം, വേർത്ത മാറത്തില്ല. നമുക്ക് 32 വരുമ്പോൾ അവർക്ക് 42 ഡിഗ്രി ചൂടാണ്, കൂടുതലാണ്. ഈ വെള്ളം ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കുഴപ്പം എന്താ? മീനൊന്നും മുകളിൽ വരത്തില്ല. സുവിശേഷം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു 16 ലേബനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കൾച്ചറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തുമാത്രം ഷാർപ്പാണെന്ന് അറിയാൻ പറ്റും.
ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങളൊന്നും മോളി വരത്തില്ല. മത്സ്യമീൻ എവിടെ പോയി നിൽക്കും? 100-300 അടി താഴെ പോയി നിൽക്കും. ഇവർക്കുള്ളത് ട്രോളിംഗ് നെറ്റല്ല, പെരസ്യൂ നെറ്റ്സാണ്, കോരുവലയാണ്. ദാറ്റ് മീൻസ് കടലിൻ്റെ ഭാഗം അടിഭാഗം ഒരു 50 മീറ്റർ താഴെ പോകും. 50 മീറ്റർ താഴെയാണ് ഇതിൻ്റെ നെറ്റൊക്കെ എന്തെങ്കിലും വെയിറ്റൊക്കെ പോണത്. മുകളിൽ പൊങ്ങി കിടക്കും, വല ഇങ്ങനെ വായും പൊളിച്ചൊക്കെ കടലിൽ കിടക്കും. അതിൻ്റെ പക്ഷേ മീൻ എവിടെ വരത്തില്ല. മീൻ എവിടെ കിടക്കണത്? 300 അടി താഴ്ചയിലായിരിക്കും, തണുപ്പിൽ പോയി നിൽക്കുകയുള്ളൂ. അത് കാരണം ഇവിടെ എന്ത് ചെയ്യും? രാത്രിയാകാൻ കാത്തിരിക്കും. രാത്രിയാകുമ്പോൾ വെള്ളം തണുക്കും. ഒരു രാത്രി 12 മണി കഴിയുമ്പോൾ വെള്ളം തണുക്കും, മുകളിലെ വെള്ളം തണുക്കും. വെള്ളം തണുക്കുമ്പോഴേ അടിയിലുള്ള മീനെല്ലാം കൂടി മുകളിലോട്ട് വരും. അപ്പോഴാണ് രാത്രി പണിക്ക് പോകുമ്പോൾ കിട്ടണത്. ഇപ്പോൾ അപ്പോസ്തലൻ എന്നാ പറയണത്? ലൂക്കായുടെ സുവിശേഷം 5:5 രാത്രി മുഴുവനും പണിയെടുത്തിട്ടും എന്താ കാര്യം? മുകളിലോട്ട് വരാൻ മീനില്ല. താഴെ ഉണ്ടെങ്കിലല്ലേ മേലോട്ട് വരത്തുള്ളൂ. ഇത് മീനില്ലാത്ത കടലാണ്. ഒന്നെങ്കിൽ പിടിച്ച് തീർന്ന് കാണും, വംശവർദ്ധി വന്ന് കാണും, മീനിൻ്റെ വംശവർദ്ധി വന്ന് കാണും. ചില സീസണിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറെ കടലിലേക്ക് ഈ മീൻ പോകും. രണ്ടിലൊന്നും അവിടെ സംഭവിക്കും. ഇപ്പം കർത്താവിന് മുമ്പിലുള്ളത് എന്താ? പത്രോസിന് മുമ്പിലുള്ളത് എന്താ? വെറും വെള്ളമാണ്. ഈ വെറും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കാനാണ് ഈശോ പറയണത്. പത്രോസ് പറയും, കർത്താവേ, രാത്രി മുഴുവൻ പണിയെടുത്തു, പകൽ പണിക്ക് പോയിട്ട് കിട്ടാൻ രാത്രി പോയത്. രാത്രി പോയിട്ടും പണിയില്ല. ഇവിടെ സാമ്പത്തിക കടമാണ്, രോഗമാണ്, വരുമാന മാർഗം ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ ബുദ്ധിപരമായിട്ട് ഒരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവർ കർത്താവിൻ്റെ ഈ വചനം കേൾക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിൻ്റെ മുമ്പിലില്ലെന്ന് വിചാരിച്ചോ? ചില ആൾക്കാരൊക്കെ വന്ന് എന്നോട്, അച്ഛാ ഹൈക്കോടതിയും തള്ളി എന്നൊക്കെ പറയും കേസ്. അപ്പോഴും ആ കേസ് നമ്മളെടുക്കും. എന്താ കാര്യം? ഇതെല്ലാ കേസിനും പിടിക്കാൻ വേണ്ടി ഒരാളുണ്ടല്ലോ ഇവിടെ, അല്ലേ? ഞാൻ പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുമെന്ന് ഈശോ പറയും. കൊച്ചു മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യും. ജയരൂസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴെന്താ പറയണത്? വിശ്വസിക്കുക. അവർ പറയാം, തിരിച്ചവനവർ പറയാം, കുട്ടി മരിച്ചു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദാറ്റ് മീൻസ് വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്നാ കർത്താവ് പറയണത്. കൈയടിച്ച് കർത്താവ് കൊച്ചു മരിക്കട്ടെ, നിന്റെ വഴി മുട്ടട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന് കർത്താവ് നിന്നോട് പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുട്ടി മരിച്ചോട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി. അതാണ് കർത്താവിൻ്റെ നിലപാട് എല്ലാ വിഷയങ്ങളോടും. എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും തകരട്ടെ, നിന്റെ വിശ്വാസം തകരാതിരുന്നാൽ മതി എന്ന് പറയും. ഈശോ മാത്രമേ ലോകത്തോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് നിന്റെ വഴി. കൈയടിച്ച് കർത്താവ് ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ പത്രോസിനോട് പറഞ്ഞ്, പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷിക്തൻ്റെ ഒരു അഭിഷേക അധികാരമുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും കർത്താവ് പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, ശമയോൻ ബാർച്ചോന, യോനായുടെ പുത്രനായ ശമയോനെ. ഇത് മാംസരക്തങ്ങളല്ല, നിൻ്റെ ബുദ്ധിയോ ശക്തിയോ മാനുഷികമായ അറിവോ അല്ല, പിന്നെ എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. രാത്രി പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, പകൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, ആ കടലിൽ മീനില്ലാത്തപ്പോഴേ, ആ കടൽ വെറും ശുദ്ധമായ ചൂടുവെള്ളമായി മാറുമ്പോഴേ, അങ്ങനെ ചൂടുവെള്ളത്തിൽ എങ്ങനെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത്? എന്താ കർത്താവിൻ്റെ വചനം പത്രോസിനോട് പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ
നീ പറഞ്ഞതുപോലെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാര് പറഞ്ഞു കൊടുത്തതാ? പിതാവ് പറഞ്ഞു കൊടുത്തതാ. പത്രോസിന് എപ്പോഴും ഇങ്ങനെ ഉണ്ട്. പത്രോസിന് ഒരു വെളിപാടിൻ്റെ മനുഷ്യനാണ് അങ്ങേര്. ജീവിക്കാനുള്ള മാർഗം, ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ മനുഷ്യരാശിക്കുള്ള മാർഗം, ഈശോ കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ പിൻഗാമിയായി ലോകത്തെ നയിക്കേണ്ടത് പത്രോസാണ്. അതുകൊണ്ട് പത്രോസിനോട് ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഈശോ പറയും, ശമയോൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. പത്രോസിൻ്റെ വേറെയും വെളിപാടുണ്ട്, പിതാവ് വെളിപ്പെടുത്തിയ വെളിപാട്. പത്രോസിന് തള്ളിപ്പറച്ചത് പോലും ഒരു വെളിപാടാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ് എന്തും പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞത്, ഞാനവനെ അറിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കുരുട്ട് ബുദ്ധിയാണ്. ഇവന് മാനുഷികമായ ബലഹീനതയാണ്. ഇവൻ തള്ളിപ്പറയുമെന്ന് ഈശോ കട്ടായം പറഞ്ഞതാണ്. ഇവൻ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിൽ പോലും അവനെ കുറ്റം വിധിക്കാൻ പറ്റാതിരിക്കാനുള്ള വാക്കാണ് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്താണ്? ഞാൻ നിന്നെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? മനുഷ്യന് ക്ഷമ ലഭിക്കാനും തെറ്റ് ചെയ്ത മനുഷ്യനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി സ്വർഗം പത്രോസിന് വേണ്ടി തന്ത്രപൂർവ്വം കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണത്. എന്താ കാര്യം എന്നറിയാവോ? അറിയണില്ല എന്ന് പറയുമ്പോഴേ കർത്താവും എന്താ പറഞ്ഞത്? പിതാവേ, ലുക്കായുടെ സുവിശേഷം 24:23 എന്താ പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗത്തിനും മനുഷ്യൻ രക്ഷിക്കാനുള്ള ഒരു നിഗൂഢമായ ജാമ്യ വ്യവസ്ഥയാണ്. ജാമ്യത്തിലെടുത്താണ് ഈശോ. തൻ്റെ ശത്രുക്കളെയും കൊലപാതകളെയും പോലും കർത്താവിൻ്റെ സ്നേഹം ജാമ്യത്തിലെടുക്കും. എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയാവോ? തന്നെ കൊലപാതകളെപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുപിടിച്ച സ്വർഗത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതുതന്നെയാണ് ഈശോ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മക്കൾ തെറ്റ് സംഭവിക്കണത്? ദൈവത്തെയോ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തെയോ ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചത്. ലുക്ക 22-29 തിരുവചനങ്ങള്. അവിടെ എന്താ സംഭവിക്കണത്? തെറ്റ് സംഭവിക്കണത് എന്തുകൊണ്ടാണെന്നാണ് പറയണത്? അറിയാത്തത് കൊണ്ടാണെന്ന്. യോഹന്നാൻ്റെ 16:3 ഈശോ വീണ്ടും ആവർത്തിക്കും, അവർക്ക് എന്നെ അറിയില്ല, പിതാവിനെ അറിയില്ല, അതുകൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചതെന്ന്. യോഹന്നാൻ 16:3 അവർക്ക് പിതാവിനെ അറിയില്ല, എന്നെയും അറിയില്ല, അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളൂ എന്നൊരു വചനമുണ്ട്. ലുക്ക 12:24 നീ അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളെന്ന്. ആ നിഗൂഢമായ രഹസ്യമാണ് പത്രോസിന് ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പത്രോസ് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ വാക്കിൽ വെച്ച് വാസ്തവത്തിൽ ആ ഒരു വാക്കുകൊണ്ട്, മനുഷ്യ നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ വിധിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയണത് കാരണം എന്താ അറിയോ? ഇത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് ദൈവ പൈതൽ മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് നീ എത്ര നീചനായാലും എത്ര നികഷ്ടമായ സാഹചര്യത്തിൽ ജീവിച്ചെങ്കിലും നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്, നീ തിരിച്ചു വരണമെന്ന്. നിന്നെ ജാമ്യത്തെടുക്കാൻ വേണ്ടി ഇല്ലാത്ത വാക്കും ഇല്ലാത്ത വകുപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് ദൈവവചനം കാത്തിരിക്കുന്നു. ശമയോൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അതുപോലെ ശമയോൻ്റെ വെളിപാടാണ്. രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, കടലിൽ മീനില്ല കർത്താവേ, വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ മുങ്ങും, മീനില്ലാത്ത കടലിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി വാരിച്ചാൽ മതിയെന്ന്. പുറപ്പാട് 19:8 പറഞ്ഞില്ലേ, കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റുമെന്ന്.
അപ്പോൾ കർത്താവ് ജെറീക്കോ കോട്ട പൊടിക്കും, കർത്താവ് ജോർദാൻ വറ്റിക്കും, ശെമയോനും അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കും. അപ്പോൾ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കുന്നത് അങ്ങായിരിക്കും, മീൻ കയറാത്ത വലയിലേക്ക് മീൻ കയറ്റുന്നത് അങ്ങായിരിക്കും, എല്ലാം നീ തന്നെയായിരിക്കും. കൈയടിച്ച് കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിതങ്ങളുടെയും തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്തവർക്കും ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർക്കും വേണ്ടിയാണ് ആരാധന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കിഡ്നി രോഗികൾ, ഉദര രോഗികൾ, ഹൃദയ രോഗികൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 15 മില്ലിയൊക്കെ ദൂരമുള്ള ദൂരങ്ങളാണ് കർത്താവ് പെട്ടെന്ന് നടക്കുന്നത്. കൃപാസനം പത്രത്തെ ആശീർവദിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചില മക്കൾ അതൊക്കെ കൊണ്ട് വലിയ കാര്യങ്ങൾ നേടുന്നുണ്ട്. അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും കർത്താവ് പത്രത്തെ ഒരു ഉപകരണമാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അറിവ് കിട്ടുന്നത്. അത് ഞങ്ങളാരും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല, അത് ജനങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യമാകുന്ന ദൈവത്തിൻ്റെ ചില ആന്തരിക വെളിപാടുകളാണ്. അതുകൊണ്ടാണ് ആ ചേച്ചി പറയണത്, അമ്മയെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ICU ആംബുലൻസിൻ്റെ ഉള്ളിൽ അമ്മ കിടക്കുമ്പോൾ മരവിച്ച തലയുടെ താഴെ പത്രം വെച്ചിരിക്കണം. അതെന്താണ്? അത് ആശീർവദിച്ചാണ് അമ്മ കൂടെ സഞ്ചരിക്കുമെന്ന്. പിന്നെ നോക്കുമ്പോൾ ക്ലോട്ടില്ല. അമ്മ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ജഡം പോലെ ഈ ശവം പോലെ കിടന്ന അമ്മയാണ് പറയണത് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഡോക്ടറെ അടുത്ത് പോയിക്കൊള്ളാമെന്ന്. നമ്മളിതെല്ലാം വലിയ കാര്യങ്ങളാണ് കേട്ട് പിരിയണത്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഉടമ്പടി വചനമനുസരിച്ച് നിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധ പത്രോസ് പറഞ്ഞതുപോലെ നീ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ നവീകരിക്കുന്നു. കാരുണ്യത്തിന് മക്കളെ, നെഞ്ച്, അതായത് ശ്വാസകോശവും കരളും ഹൃദയവും പിന്നെ കിഡ്നി, ഇത്രയും ഗുരുതരമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നിങ്ങൾ ദയവായി ആ രോഗമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ നെഞ്ചിലും കിഡ്നി ഇരിക്കുന്ന നടുവിലും കൈവച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ഒത്തിരി ആൾക്കാർക്ക് കടുത്ത വേദന അനുഭവിക്കുന്ന, ജീവിതം താളം തെറ്റിക്കുന്ന രോഗമാണ് തൈറോയിഡ്. അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കേണ്ടതാണ്. ഞാൻ പറയാം, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥിക്കുഴയുള്ളവർ, കുറേ സാക്ഷികൾ നമ്മൾ കേട്ടു. സർവാംഗം വേദന ഉണ്ടായിരുന്ന വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി മാറിയത് നമ്മൾ കേട്ടു. കഴുത്തനക്കാൻ പറ്റാതിരുന്നവർ, കഴുത്തിന് ബലമില്ലായിരുന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ജോലി ചെയ്യാൻ പാടില്ലായിരുന്നവർ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പല പല സാക്ഷ്യങ്ങൾ കേട്ടു. ദൈവം ജീവനോടെ ആ ദൈവം തന്നെയാണ് ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിൻ്റെ കിഡ്നികളെ സ്പർശിക്കാൻ പോകുന്നത്. നിനക്കും കർത്താവേ എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയെ സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ.
അസ്ഥികളെ സ്പർശിക്കണ കർത്താവേ, അസ്ഥിക്കുഴകളെ സ്പർശിക്കണ കർത്താവേ, അസ്ഥിക്കുഴകള്, സന്ധി ബന്ധങ്ങള്, മാംസപേശികള്, രക്തഞരമ്പുകള് സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗങ്ങളെ സ്പർശിക്കണമേ ഈശോ. ഹൃദയത്തെ സ്പർശിക്കണമേ ഈശോ. കുഞ്ഞു മക്കളുടെ തൊട്ട് മുതിർന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കണമേ ഈശോ. കരളിനെ സ്പർശിക്കണമേ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ, ഷുഗരോഗികളെ സ്പർശിക്കണമേ, ഷുഗരോഗികളെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ സ്പർശിക്കണമേ, അസ്ഥിവാദക്കാരെ സ്പർശിക്കണമേ, സന്ധിവാദക്കാരെ സ്പർശിക്കണമേ, എക്സിമയെ സ്പർശിക്കണമേ, ഫിസ്റ്റുലയെ സ്പർശിക്കണമേ, തൈറോയ്ഡ് സ്പർശിക്കണമേ, വെരിക്കോസ് സ്പർശിക്കണമേ, ആദ്യ സ്പർശിക്കണമേ, മനോരോഗത്തെ സ്പർശിക്കണമേ, എപ്പിലെപ്സിയെ സ്പർശിക്കണമേ, സമസ്വാരോഗത്തെ സ്പർശിക്കണമേ, മനോരോഗത്തെ സ്പർശിക്കണമേ, മാർഗരോഗങ്ങള്, 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 തീരവേദികള്, തീരവേദികള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇവിടെയുള്ളവർ മാത്രമല്ല, അകലങ്ങളിലും ദൂരങ്ങളിലും അന്യരാജ്യങ്ങളിലും വരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കുക. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാടക വീടുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, ഭാഗുടമ്പടി നടക്കാത്തവർ, പാടുടമ്പ കുരുക്കിലാകപ്പെട്ടവർ, വസ്തു ജാമ്യത്തിലായിരിക്കുന്നവർ, വസ്തു ജപ്തിയിലായിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, വ്യവസായം അടഞ്ഞു പോയവർ, വ്യാപാരം നിലച്ചു പോയവർ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രൊമോഷൻ ഇല്ലാത്തവർ, ട്രാൻസ്ഫർ ഇല്ലാത്തവർ, ജോലി സംബന്ധമായ കുരുക്കളുള്ളവർ, ഡിപ്രൊമോട്ട് ചെയ്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, അതിശക്തമായ സ്തുതികളെ ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഈശോ, പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഔസാഗ്യ ദോഷങ്ങള്, ജോലി തടസ്സങ്ങള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതകള്, വിടുപോയവര്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ നാമത്തില് മാറിപ്പോടും. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഡേറ്റുകൾ ഓർക്കുക. കൃപാസനത്തിലെ അമ്മ, നിങ്ങൾക്കറിയാം, ഇവിടെ സമയം എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഒരു വിഷയമാണ്. 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരെ, 40 വർഷമായി മദ്യപിക്കുന്നവരെ, 35 വർഷമായി സ്ഥലം വിൽക്കാത്തവർ, അങ്ങനെ പല സാക്ഷ്യങ്ങൾ പറയുന്നത്. എല്ലാം ഡേറ്റിട്ട സാക്ഷ്യം പറയണത്. കൃപാസനത്തിന് ഒരു പേജിൽ തന്നെ ഡേറ്റിട്ട് മാത്രമുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഡേറ്റ് ആൻഡ് ടൈം പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മാസത്തെ പ്രധാന ഡേറ്റുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്തുള്ള ഈ മാസം നിങ്ങൾ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ആ തീയതി അമ്മ ആ വിഷയത്തിൽ സാന്നിധ്യം നൽകിക്കൊള്ളും. ചിലപ്പോൾ പരീക്ഷാ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രസവ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ജപ്തി നടപടിക്കുള്ള ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലേലത്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈപുണ്യ പരീക്ഷയുടെ MOHൻ്റെ ഹാദിൻ്റെ PT എക്സാമിനേഷൻ്റെ ഡേറ്റ് ആയിരിക്കും. വാട്ട് എവർ വിത്ത് ദ ഡേറ്റ് യു മസ്റ്റ് റിമെമ്പർ നൗ. നീ ഓർക്കുക ആ ഡേറ്റുകൾ, എന്ത് ഡേറ്റ് ആയാലും നിന്നെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കിട്ടിയേ തീരുമെന്ന് പറയുന്ന തീയതികൾ, സമയം എല്ലാം നീ ഓർക്കുക, മൗനമായി ഓർക്കുക. അച്ഛൻ ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കള് മനസ്സിലോർത്ത് പറഞ്ഞ ഓരോ ഡേറ്റുകൾ, യാത്രകൾ, സമയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സമ്പൂർണ്ണമായി അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സംരക്ഷണം ആ ഡേറ്റുകളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തുക്കളുടെ ആശീർവാദത്തിൻ്റെ സമയമാണ്. പത്രവും നേർച്ച വസ്തുക്കൾ എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, കൃപാസനം നേർച്ച വസ്തു 2 തരമാണ്. ഒന്ന് ഉടമ്പടി പ്രാർത്ഥനയുടെ നേർച്ച വസ്തുക്കൾ. അത് ഉടമ്പടി പ്രാർത്ഥനയുടെ നേർച്ച വസ്തുക്കൾ പരിശുദ്ധ അമ്മ നിന്ന സ്ഥലത്ത് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള പച്ചത്തിരി, നീലത്തിരി, ഉടമ്പടി തൈലം, കാശുരൂപ, ഉപ്പ്, അത്രയും പരിശുദ്ധ കുർബാന ചൊല്ലിയാണ് അൾത്താരയിൽ വെച്ച് 12 പ്രാവശ്യം ആശീർവദിക്കുന്നത്. പിന്നെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ഉടമ്പടി എടുക്കാത്തവർ കൂടുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൂടുന്നവരെ ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തു ഉപയോഗിച്ച് ഈ ശക്തി ആർജിക്കാനൊക്കെ നേർച്ച വസ്തു ജെറീക്കോ പ്രാർത്ഥന ചൊല്ലി വെഞ്ചരിക്കുന്നതാണ്. 30 പേരുമായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുപോയി മുക്കിലും മൂലയിലും വെച്ച് ആരാധിച്ചതിന് ശേഷം സ്റ്റോളിൽ കൊണ്ടുവന്ന് നേർച്ച വസ്തുക്കളുടെ മേൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ ആശീർവദിച്ചതാണ് നമ്മുടെ സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ. ഇതാണ് കൃപാസനം നേർച്ച വസ്തുക്കൾ. ഈ കൃപാസനം നേർച്ച വസ്തുക്കൾ കൃപാസനം ധ്യാനത്തിൽ വരുന്നവർ കൃപാസനം നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്. അത് ഈ മതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് പലതും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ്. അത് കൃപാസനം നേർച്ച വസ്തുക്കളാണ്. അതിങ്ങനെ വെഞ്ചരിക്കുന്നതാണ്. അപ്പം അത് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച നേർച്ച വസ്തുക്കൾ, വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണോ 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞ പോലെയാണ് ഇതിൽ പ്രാർത്ഥിക്കേണ്ടത്. ഉപ്പെടുത്താലും തേനെടുത്താലും തേൻ 3 തുള്ളിയോ 7 തുള്ളിയോ ഉപയോഗിക്കാം. 9 തുള്ളി ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്ര ഉപയോഗിക്കേണ്ട കാര്യമില്ല. നേർച്ച വസ്തുക്കളുടെ ആ ക്വാണ്ടിറ്റി അല്ല പ്രധാനപ്പെട്ടത്, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 3 തുള്ളി ആയാലും മതി. വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ ചെല്ലുകയാണ് പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഉടനെ നേർച്ച വസ്തു ഉപയോഗിച്ച് തീർത്ത് കളയരുത്. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു നേർച്ച വസ്തുക്കൾ തരണ അങ്ങനെ വിറ്റ് കാശ് വാങ്ങിക്കുന്ന സ്ഥലമല്ല ഇത്. ഇത് ദൈവം തന്ന കൃപ നിലനിൽക്കാനും അത് തിരിച്ചറിയാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആശീർവാദോപകരണമാണ്. അതിടുമ്പോഴാണ് ആക്ടിവിറ്റി ആകണത്. പത്രത്തിന് വരും ദൈവം ആശീർവദിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തേനക്കൊരു 5 തുള്ളിയുടെ അപ്പുറത്ത് വേണ്ട. പക്ഷേ ഉടമ്പടി തൈലമാണെങ്കിൽ 1 തുള്ളി മതി ശരിക്കും. അപ്പം അത് നിങ്ങൾ തീരുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കണത്. ഉടമ്പടി തൈലം വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി കാർഡ് കൊടുക്കാതെ ഉടമ്പടി തൈലം തരത്തില്ല. ഉടമ്പടി തൈലം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഡേറ്റ് മാർക്ക് ചെയ്യും. ഉടമ്പടി തൈലം കൊടുത്തിട്ട് ഡേറ്റ് മാർക്ക് ചെയ്യും. അപ്പോൾ 15 ദിവസത്തിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമിതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന അർത്ഥം. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്, വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണെന്ന് പറയണം. കാര്യം നമ്മളങ്ങനെ വെള്ളം പോലെ ഉപയോഗിക്കണ അല്ല നേർച്ച വസ്തു. നേർച്ച വസ്തു എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ്. അത് അഭിഷേക അധികാരത്തെ ആശീർവദിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ആശീർവദിച്ച നേർച്ച വസ്തു മാത്രമേ, സ്റ്റോളിൽ നിന്ന് മാത്രമേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ആശീർവദിച്ച നേർച്ച വസ്തുക്കൾ, കൃപാസന നേർച്ച വസ്തുക്കൾ മേടിക്കാമെന്ന് പറയാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം ഉപയോഗിക്കാൻ. 9 കുരിശിട്ട് വേണം ഉപയോഗിക്കാൻ എല്ലാ നേർച്ച വസ്തുക്കളും. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ തെറ്റാൻ പാടില്ല. ആ തേന് കൊടുത്താലും ശരി, കാശുരം കൊടുത്താലും ശരി. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തു വിടുന്നത് സൂക്ഷിക്കണം. അങ്ങനെ കൊടുത്തുവിടാൻ അനുവാദമില്ല. നിങ്ങൾക്ക് ഉടമ്പടി ആരാണ് ദൈവമായിട്ട് ചെയ്തത് അവർക്ക് വേണേൽ പോകാം. അവിടെ അമ്മ ആശുപത്രിയിലാണെങ്കിൽ അവർക്ക് പോകാം, അവർക്ക് പോയി അവർക്ക് ചെയ്യാം. അല്ലാതെ ചേട്ടാ ഇത് കൊണ്ടുപോയി ചെയ്താൽ മതി എന്ന് പറയരുത്. അങ്ങനെ പറയാനുള്ള ഐഡിയ, ആശയം കർത്താവ് ഇതുവരെ തന്നിട്ടില്ല, നമുക്കറിയത്തില്ല. പിന്നെ അവർ കൊണ്ടുപോയി തെറ്റിച്ചിട്ട് അവർ വല്ല പാപികളും തോന്നിയവാസികളൊക്കെ ആയിരിക്കും. അവർക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഉറപ്പില്ലാത്ത ആൾക്കാർക്ക് ഉടമ്പടി കൊടുത്തു വിടരുത്. ജെറിക്കോയിൽ വഞ്ചരിക്കണ കൃപാസനത്തിൻ്റെ സ്റ്റോളിലെ കാശ് രൂപം അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളെ കൊടുത്തു വിടുന്നതിൽ എനിക്ക് പരാതിയില്ല. അത് നിങ്ങളെ വിശ്വാസം ചെയ്യുക. പക്ഷേ ഉടമ്പടി കൊടുത്തു വെക്കുക. കാരണം ഉടമ്പടി വേറെ ഒരു വിഷയമാണ്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കണം. തന്നെയല്ല, ഉടമ്പടി തീരാതിരിക്കാൻ ഒരു തുള്ളിയെങ്കിലും ഉടമ്പടി തൈലം വീട്ടിൽ തീരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാര്യം നമുക്കതിരിക്കുന്നുള്ള കാലം ഒരു തുള്ളി ഒരു നെഞ്ചത്ത് ചേർത്ത് കൊടുത്താൽ അപ്പം ബ്ലോക്ക് ചിലപ്പോൾ ഈശോ എടുത്ത് മാറ്റും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ സങ്കല്പത്തിൽ നിന്ന് പറയണതല്ല. 2 കൊല്ലം ഉടമ്പടി പോയപ്പോൾ 10,000 കണക്കിന് സാക്ഷ്യങ്ങളിൽ നിന്ന് പറയണതാണത്. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം
കാര്യം ലോകത്തിൽ ഈ ധ്യാനകേന്ദ്രത്തിൽ മാത്രമേ നേർച്ച വസ്തു കൊടുത്തിട്ട് ദൈവം അനുഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒരിടത്തും നേർച്ച വസ്തു കൊടുക്കണില്ലല്ലോ. ഇത് 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. അന്ന് മുതൽ നേർച്ച വസ്തു ഉണ്ട്. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഉടമ്പടി വിധി പ്രകാരം കുറേ നേർച്ച വസ്തുക്കൾ പുതിയ വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. അതെല്ലാം 24 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അല്ലാതെ ആലോചിച്ചും ചിന്തിച്ചും മാനുഷികമായ ചർച്ചയിലൂടെ നടന്ന കാര്യങ്ങളല്ല. ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിച്ചുകൊണ്ടാണ് ഇത്രയും അടയാളം വരാൻ കാര്യം. അതുകൊണ്ട് തന്നെ മക്കൾ ശ്രദ്ധിച്ച് രക്ഷാവസ്തുക്കൾ ഉപയോഗിക്കുക. പത്രം ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി കൂട്ടിയിടരുത്. നിങ്ങളെ ഒരുപക്ഷെ ഇപ്പം ജില്ലാ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ ധ്യാനം കൊടുക്കുന്നുണ്ട്, ഡോക്ടർമാർ ധ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴായാലും ശരി, നിങ്ങൾ എന്ത് പൊസിഷനുള്ളവരായാലും ശരി, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും നാളെ കാര്യം മണ്ണോട് മണ്ണ് പിരിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ വലിയ നിലയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ തുണിയില്ലാതെ വിറകെ കിടന്നിട്ട് മരിച്ചുണ്ടാക്കിയെടുത്ത വില മാത്രമേ മനുഷ്യനെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എളിമയോടും വിനയത്തോടെ പത്രം ബൈ പേഴ്സൺ കൊണ്ടുപോയി വിതരണം ചെയ്യണം. പത്രം വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ് കർത്താവ്, ഈ പത്രം കിട്ടിയവർ കർത്താവിനെ അറിയാൻ ഇടയാക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നീ സത്യസന്ധയാണെന്ന് ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നിനക്കധികാരം പത്രം കൊടുക്കേണ്ടി വരത്തില്ല. കാര്യം എന്താ, ദൈവം നിൻ്റെ കണ്ണുനീര് ഏറ്റെടുക്കും. ആ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്തായാലും നീ പ്രാർത്ഥിക്കണം, മരണം വരെ കർത്താവെ നിൻ്റെ സാക്ഷിയാകാനും നിന്നെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രേക്ഷിതനാകാനും പ്രേക്ഷിതയാകാനും എന്നെ സഹായിക്കണമേ. പത്രം വാങ്ങിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നണം. നല്ല കർത്താവിൻ്റെ മകനാണെങ്കിൽ സന്തോഷം തോന്നും. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ 60 പേരെയും കൊണ്ട് വന്ന് ഇപ്പം ഞാൻ 500 പേരെയും കൊണ്ടാണ് വരുന്നത്. എന്താ കാര്യം, അവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ വേലക്കാർക്ക് ദൈവദരിസനിൽ അധികാരമുണ്ട്. ആധ്യാത്മികമായ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് അവർ പതറത്തില്ല. പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് അധികാരമുണ്ടാക്കും. അമ്മയെ ലോകത്തിന് കൊടുത്തത് ഈശോയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സമയത്തിന് അധികാരം കിട്ടിയത്. ഇപ്പം നമ്മളാണ് അമ്മയുടെ നാമത്തിൽ മധ്യസ്ഥയിൽ ലോകത്തിന് ഈശോനെ കൊടുക്കുന്നത്. അപ്പോൾ ആ അധികാരം നമുക്ക് കിട്ടും. ഉടമ്പടി പ്രാർത്ഥന നിന്നെ ദൈവത്തിരുസന്നിധിയിൽ വസ്തുക്കളുടെ മേൽ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റും. അതൊരു മാന്ത്രിക അധികാരമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവത്തിൻ്റെ നമ്മുടെ എളിമയിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് അധികാരം. അതുകൊണ്ട് ആ അധികാരം നമുക്ക് അഹങ്കാരം ഉണ്ടാക്കത്തില്ല. അപ്പം എൻ്റെ മക്കൾ സന്തോഷത്തോടെ, കർത്താവേ കണ്ണീരാണ് ഉള്ളതിൻ്റെ കാലമാണെങ്കിലും ഈ കാലത്ത് നിന്നെ തിരിച്ചറിയാനും നിന്നോട് ഉടമ്പടി ചെയ്യാനും നിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ആത്മത്തിന് വേണ്ട കാര്യം നിറവേറ്റാനും എന്നെയും നീ തിരിച്ചറിഞ്ഞ് വിളിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ വേണം നിങ്ങൾ പത്രം വാങ്ങിക്കാനും കൊടുക്കാനും. പത്രം വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ കാർഡുകൾ സൂക്ഷിക്കാൻ നോക്കണം. കാര്യം നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ഇപ്പം ഇന്ന് ഇതര സംസ്ഥാനക്കാരെ മാത്രമേ അച്ഛൻ കാണത്തുള്ളൂ. കാര്യം ഇത് ഇതര സംസ്ഥാനക്കാരുടെ പ്രാർത്ഥനാ ദിവസമാണ്. നമുക്ക് 6 പത്രങ്ങളുണ്ട്: തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്. അപ്പോൾ ഇതര സംസ്ഥാനത്തിൻ്റെ 6 പത്രങ്ങൾ, 5 പത്രം നമുക്കുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് ആർക്കും വരാം, പക്ഷേ അച്ഛൻ കാണുന്നത് അവരെ ആയിരിക്കും. അതുകൊണ്ട് അവരെ കാണുന്നത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും. ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് മുകളിൽ ഇപ്പോൾ കൗൺസിലിംഗ് നടക്കുകയാണ്. അവർക്ക് അവിടെ കൗൺസിലിംഗ് പങ്കെടുത്തിട്ട് അവർക്ക് ഉടമ്പടി ചെയ്യാനുള്ള സമയവും ഇന്നുണ്ടായിരിക്കും. മറ്റെല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി പുതുക്കി എല്ലാവരെയും കാണും. ബാക്കി 3 ചൊവ്വാഴ്ചയും 2 ഞായറാഴ്ച ഉണ്ട്. 1, 3, 4 ചൊവ്വാഴ്ച, 3, 1 ഞായറാഴ്ചകളെ ഉടമ്പടി പുതുക്കിയ എല്ലാവരെയും കാണുന്ന ദിവസമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കിയാൽ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. കാര്യം ഉടമ്പടിയും അച്ഛനെ കാണുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല, സത്യമായിട്ടൊരു ബന്ധമില്ല. ഉടമ്പടി അമ്മയെ കണ്ടിട്ടാണ് ഈ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം സാക്ഷ്യം പറയണമെങ്കിൽ അച്ഛനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് എളുപ്പ വഴിയായിട്ട് ചില ആൾക്കാർ ഉടമ്പടി എടുക്കും. അതാണ് അവർക്ക് ഉത്തരം താമസിക്കുന്നത്. അച്ഛനെ കാണുന്നതുകൊണ്ടൊരു ബന്ധവുമില്ല. പിന്നെ അച്ഛൻ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി ഉണ്ടായി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഭ്രാന്തി പിടിക്കുന്ന ഒരവസ്ഥയിൽ വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടെങ്കിൽ, കാരണം ഉടമ്പടി എടുത്തുകൊണ്ട് പ്രയോജനമില്ല. ഉടമ്പടി ഞാൻ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി പുതുക്കണം. കാര്യം നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിച്ചില്ലേ,
അവർ കർത്താവ് ഒരു അടയാളം കൊടുക്കാതിരുന്നിട്ട് പുതുക്കി കഴിഞ്ഞപ്പോഴാണ് അടയാളം കൊടുത്തത്. അപ്പം അതുകൊണ്ട് പുതുക്കുമ്പോൾ അത് സ്ഥിരീകരിക്കുക, ഒരു ഘട്ടമെങ്ങനെ സ്ഥിരീകരിക്കാൻ മറ്റൊരു പ്രോസസ്സിലിരിക്കുന്നവരാണ്. അപ്പം അമ്മ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇടപെടേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തവരൊന്നും കാണേണ്ട കാര്യമില്ല. അടുത്ത ചൊവ്വാഴ്ച ഇപ്പോൾ വളരെ എമർജൻസി ഇരിക്കുന്നവർ ഉടമ്പടി പുതുക്കിയവർക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛനെ കാണാൻ സാധിക്കും. അതായത് വളരെ ഹൈ എമർജൻസി 60 പേരെ കാണുമായിരിക്കും. 60 പേരെ കാണുമ്പോൾ തന്നെ രാത്രിയാകും. 60 പേരെ കാര്യം പ്രാർത്ഥന കഴിഞ്ഞാൽ കാണുന്നത്. അപ്പം അടുത്ത ചൊവ്വാഴ്ച മുതൽ ഒരു കുർബാനയേ ഉള്ളൂ. ഇപ്പം സാധാരണ 2 കുർബാന ഉണ്ടാകത്തില്ലേ നമുക്ക്? ഇന്നത്തെ പോലെ ഒരു കുർബാന ഉണ്ടാവും അടുത്ത ചൊവ്വാഴ്ച മുതലേ. ആ കുർബാന 8 മണിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ ഇന്ന് താമസിച്ച് സാക്ഷ്യത്തിന് എക്സ്പ്ലനേഷൻ കൂടി പോയതുകൊണ്ടാണ് താമസിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ താമസിക്കത്തില്ല. കൃത്യമായി എപ്പോഴും പ്രോഗ്രാം 3:30 അവസാനിക്കും ഇനി മുതൽ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ 3:30 തൊട്ട് ഹൃദയരോഗികളെ ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥിക്കും. അടുത്ത മാർച്ച് മാസം മുതൽ അങ്ങനെയാണ്. ഏതെങ്കിലും ചൊവ്വാഴ്ച ഹൃദയരോഗികളെ പ്രാർത്ഥിക്കും, മറ്റേ ചൊവ്വാഴ്ച കരൾ രോഗികളെ പ്രാർത്ഥിക്കും, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കും. വേറെ ചൊവ്വാഴ്ച തൈറോയ്ഡുകാരെ പ്രാർത്ഥിക്കും. വേറെ ചൊവ്വാഴ്ച കുഞ്ഞുങ്ങളില്ലാത്തവരെയും പ്രാർത്ഥിക്കും. അങ്ങനെ പത്രത്തിലുണ്ടാകും, മാർച്ച് മാസം പത്രത്തിലുണ്ടാകും ഈ ഏത് ചൊവ്വാഴ്ചയാണ് ആരെ പ്രാർത്ഥിക്കണമെന്നുണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു 50 പേരൊക്കെ ഉണ്ടാകും. എമർജൻസി രോഗികൾ, ഓപ്പറേഷൻ നിശ്ചയിച്ചവരുണ്ടാകും. ബാക്കി ഉടമ്പടി പുതുക്കിയവരെ കാണും. ഉടമ്പടി പുതുക്കിയവരെ എമർജൻസി ഇരിക്കുന്നവരെ കാണും. അപ്പോൾ മിക്കവാറും 4 മണി തൊട്ട് കാണാൻ പറ്റുമായിരിക്കും. 4 മണി തൊട്ട് 6 മണി വരെ കാണുകയാണെങ്കിൽ ഒരു 100 പേര് തീരും. അപ്പോൾ ഈ ഹൈ എമർജൻസി ഉള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. 80 ശുശ്രൂഷകർ ഇവിടെ ഇതിൻ്റെ സ്റ്റാഫിൻ്റെ അകത്തുണ്ട്. 80 പേര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃപാസനം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു ദിവസം വരുന്നത് 500 പേരാ പുതുക്കാൻ വരുന്നത്. ചിലപ്പോൾ 1000 പേര് വരും. അവരുടെ കുടുംബാംഗങ്ങൾ കൂടി ആകുമ്പോൾ 4000 പേരൊക്കെയാണ് എല്ലാ ദിവസവും ഉള്ളത്. ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അവരെല്ലാം സന്തോഷിപ്പിച്ചും വിടണം. ഇപ്പോൾ വിദേശികളും വരാൻ തുടങ്ങി. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു റഫായിട്ടുള്ള വാക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനഃപൂർവ്വമല്ല, രാവിലെ മുതൽ നിൽക്കുന്ന പ്രവർത്തകരാണ്. അവരിങ്ങനെ രാത്രി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ പറ്റണില്ല ഇവിടെ. അങ്ങനെ ശരീരമൊക്കെ ചൂടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ പിന്നെയും ചോദിക്കുമ്പോഴും. ഇപ്പോൾ ഒരു ചെടുത്ത് വന്ന് ചോദിച്ച് അവർക്ക് എന്താ വേണ്ടത്? ഉടമ്പടി ചെയ്യേണ്ടത്, നേരത്തെ ദിവസം മാത്രം മതി ഉടമ്പടിയുടെ. അപ്പോൾ ചിലപ്പോൾ ചൂടായി പോവും, അത് കാപട്യമായത് കാരണം. അപ്പം അങ്ങനെ ആർക്കെങ്കിലും കൃപാസനത്തിലെ പ്രവർത്തകർ, എനിക്ക് നല്ല വിശ്വാസമുള്ള സ്റ്റാഫാണ് ഉള്ളത്. എല്ലാവരും കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. കാര്യം രാവിലെ മുതൽ തുടങ്ങുന്നതാണ്, തീരണത് ഇവരൊക്കെ വീട്ടിൽ ചെല്ലണ സ്റ്റാഫ്, നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന സ്റ്റാഫ് ചെല്ലുമ്പോൾ 8 മണിയാവും. പിന്നെ വീട്ടിലെ പണി ചെയ്ത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ഇവിടെ 8 മണിക്ക് വരണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൃപാസനത്തിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മാതാവിൻ്റെ വേല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്വാഗതമാണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് കുറച്ച് ലീവ് കിട്ടും. കാരണം ഇവിടെ ഇപ്പോൾ ശനിയാഴ്ച പോലും ഓഫ് കൊടുക്കാൻ പറ്റാതില്ല. 80 പേരെ നമുക്ക് മാറ്റാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 10-20 പേരെ കൂടി കിട്ടണം. DTPയിലായാലും ശരി. ഈ ഫോണിങ്ങിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. കാര്യം 3 ഫോണുണ്ട്. പക്ഷേ വിളിക്കുമ്പോൾ ഈ ചിലപ്പോൾ സ്റ്റാഫ് ലീവാണെങ്കിൽ നമുക്ക് ഫോൺ ഒരാൾ എടുക്കത്തില്ല. ഒരു സമയത്തിന് നമ്മൾ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17 പേര് വിളിച്ചിരിക്കും. ഒരാളിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ സെക്കൻഡിൽ 17 പേര് വിളിച്ചിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഒരു 20 ഫോൺ വേണ്ടി വരും. 20 ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ കൃപാസനം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഫോൺ ബൂത്തായിട്ട്. കാര്യം ആൾക്കാർ ഭയങ്കര കംപ്ലൈൻറ്റ്, കാര്യം എടുക്കണില്ലെന്ന്. സത്യമാണ്, എടുക്കാഞ്ഞിട്ടല്ല, 3 പേരേ ഉള്ളൂ. 3 പേരെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. ഇപ്പം നിങ്ങൾക്ക് മാതാവിനെ സഹായിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ചെറിയ സ്റ്റൈഫൻഡ് തരും നിങ്ങൾക്ക്. ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് തോന്നിയാൽ, ഇപ്പോൾ ദൂരമുള്ളവരാണെങ്കിൽ ശരി, ഞങ്ങൾക്കിവിടെ നിങ്ങൾ വാടക കെട്ടിടമൊക്കെ എടുത്ത് തരാം. നിങ്ങൾക്കിവിടെ താമസിക്കാം, ശുശ്രൂഷ ചെയ്യാം. ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ വികാരിയച്ഛൻ്റെ കത്ത് വേണം, നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളത്. കാര്യം അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് കൃപാസനത്തിൽ താമസിച്ച് ഇവിടെ ലേഡീസിനൊന്നും ഇവിടെ ഉറങ്ങാൻ അനുവാദമില്ല, ബിഷപ്പ് അനുവദിക്കത്തില്ല. കൃപാസനത്തിന് 6 മണിയാകുമ്പോൾ ലേഡീസ് ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാം വിട്ടുപോകണമെന്ന്. അപ്പോൾ അവർ നമ്മൾ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിൻ്റെ
സ്ഥാപനത്തിൽ കോൺവെൻറ്റിൽ കൊണ്ടുപോയാണ് അവരെ ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തും. രാവിലെ അവർ വരും. പിന്നെ അടുത്ത വീട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അകലെയുള്ളവർ സ്റ്റാഫാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ കണ്ടാൽ മതി. സിസ്റ്റർ ഓഫീസറുണ്ട്, എനിക്ക് സ്റ്റാഫാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി. ചിലപ്പോൾ 2 മാസമാകാം, ചിലപ്പോൾ 3 മാസമാകാം, ചിലപ്പോൾ 1 കൊല്ലമാകാം. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഒരപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തിരിച്ചേ കാർഡ് വെച്ച് കഴിഞ്ഞാൽ പറ്റും. മരിയൻ തപസ്സിന് വരുമ്പോഴും എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം, മരിയൻ തപസ്സിന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തിരിച്ചേ കാർഡ് മസ്റ്റാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പോലീസിൻ്റെ കൃത്യമായ നിർദ്ദേശമാണ് തിരിച്ചേ കാർഡ് വേണമെന്നുള്ളത്. അപ്പം അത് അനുസരിച്ച് പിന്നെ കോഴിക്കോട്, കാസർഗോഡ്, ട്രിവാൻഡ്രം എന്നൊക്കെ വെളുപ്പിനെ ആൾക്കാർ വരുന്നുണ്ട്, മാവേലിക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പം കോഴിക്കോടുകാരോടൊക്കെ പാലക്കാടൊക്കെ ഈ മാവേലിക്ക് വരുന്നവരില്ലേ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആലപ്പുഴയ്ക്കുള്ള ടിക്കറ്റ് എടുക്കരുത്. ട്രെയിനിൽ ചേർത്തല ഇറങ്ങണം. ചേർത്തല ഇറങ്ങിയിട്ട് ചേർത്തല ഇറങ്ങിയുള്ള ഗുണമെന്ന് പറഞ്ഞത് ആലപ്പുഴ വരെയുള്ള കാശ് ലാഭം ഉണ്ടാകും. പിന്നെ കൃപാസനത്തിലോട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റിങ്ങിൽ തന്നെ വണ്ടിയുണ്ട് ഇങ്ങോട്ട് ആലപ്പുഴയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാതിക്കൽ ഇറങ്ങാൻ പറ്റും. വാതിക്കൽ ഇറങ്ങിയുള്ള ഗുണമെന്ന് പറയണത്, ഞങ്ങൾ രാത്രി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങൾ വന്ന് വാതിക്കൽ ചോദിച്ചാൽ ഉടനെ ഗേറ്റ് തുറന്നു തരും. ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ ഗേറ്റുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടി പ്രത്യേകം ഗേറ്റ് വെച്ചിട്ട് അവിടെ അതെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇനി ഉറങ്ങാനുള്ളവർക്കാണെങ്കിൽ പായയും തലേണിയും എല്ലാം സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ആരെങ്കിലും രാത്രി വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതായത് വടക്കുനിന്ന് വന്ന ആൾക്കാർ ഒരിക്കലും ആലപ്പുഴ പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വലിയ പാടാണ്. ബസ് എടുക്കണം, പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വരുന്നവരോട് പറയണം, ഈ മാവേലി ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സമയത്ത് രാത്രിക്ക് ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ട് എന്നോട് തന്നെ ചോദിക്കും കൃപാസനം എവിടെയാണെന്ന്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതപ്പോൾ രാത്രി ആൾക്കാർ വരുന്നുണ്ട്. വരുമ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അതാണ്. ഇത് നമുക്കിവിടെ ഒരു ഇടഗേറ്റ് ഉണ്ട്, അത് തുറക്കത്തില്ല. അത് 6 മണിക്കേ തുറക്കത്തുള്ളൂ. പക്ഷേ ആ മെയിൻ ഹോളും സ്റ്റേജും ഉറങ്ങാനുള്ളതും വിശ്രമിക്കാനുള്ളതുമാണ് രാത്രി വരുന്നവർക്ക്. അവിടെ അച്ചറുണ്ടാകും. ഇവിടുത്തെ സംവിധാനങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്, ശ്രദ്ധിക്കുക. പത്രം വാങ്ങിച്ച് ഇനി ഈ ഗേറ്റിങ്ങ് കൂടിയേ പോകാവൂ. പടിഞ്ഞാറ് എല്ലാവരും പടിഞ്ഞോട്ട് പോകരുത്. കാരണം അവിടുന്ന് ആടിപ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരും. കാരണം റോഡേ വരെ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൂടി പോകാം. ഇതിലെ കൂടി പോയാലും ശരി, പത്രം വാങ്ങിച്ചിട്ടേ പോകാവൂ. ഫെബ്രുവരി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കിയാലും ഇപ്പം നിങ്ങൾ തൈക്കാട്ടുശ്ശേരി ചില ആൾക്കാർ വരുന്നുണ്ട്. തൈക്കാട്ടുശ്ശേരി വരാൻ ആർക്കും അനുവാദമില്ല. പിന്നെ വളരെ തകർന്ന ആൾക്കാരാണ് തൈക്കാട്ടുശ്ശേരി വന്നാലും പുതുക്കിയ കാർഡ് ചോദിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് ചില ആൾക്കാർ ഇവിടെ ഉടമ്പടി ചെയ്തും പിറ്റേ ആഴ്ച തൈക്കാട്ടുശ്ശേരി വരും. അവർക്ക് ആ കാശ് പോണതേ ഉള്ളൂ, മൈൻഡ് പോലും ചെയ്യത്തില്ല. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരല്ലേ. ഉടമ്പടി പുതുക്കാതെ അച്ഛൻ സംസാരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധ. അല്ലെങ്കിൽ പിന്നെ ക്യാൻസർ രോഗിയായിരിക്കണം. ക്യാൻസർ രോഗിയായിരിക്കണം എൻ്റെ അടുത്ത് വരേണ്ടത്. അത് അങ്ങനെയുള്ള രോഗികളെടുക്കും. പക്ഷെ അത് എപ്പോഴാണ് കുർബാനയ്ക്ക് വന്നിരിക്കണം. അവർ കുർബാന ഒന്നും വേണ്ട, രോഗശാന്തി മാത്രം വരികയെന്ന് പറഞ്ഞ ആൾക്കാർ കുർബാന തെറ്റിപ്പോയാൽ എനിക്ക് അയാളെക്കുറിച്ച് സംശയം തോന്നും. കാര്യം അയാളെ കുർബാനയ്ക്ക് ഒന്നും ഈശ്വരനെ വേണ്ട, അയാൾക്ക് രോഗശാന്തി അതയാളുടെ സ്വന്തം കാര്യമല്ലേ. അയാൾക്ക് ഈശ്വരനെ വേണ്ട, അയാൾക്ക് രോഗശാന്തി മതി, അതയാളുടെ സ്വന്തം കാര്യമല്ലേ. ഓരോരുത്തരുടെ സ്വന്തം കാര്യം നമ്മൾ ഈശ്വരനെ മാറ്റിക്കൊണ്ട് ചെയ്യണത് ദൈവശുശ്രൂഷ അല്ല. അപ്പോൾ ദൈവശുശ്രൂഷ അല്ലാത്ത ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഈശോയ്ക്ക് എന്താ പ്രാധാന്യം നോക്കത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഈശോയുമായിട്ടുള്ള എഗ്രിമെൻറ്റുകളെല്ലാം കറക്റ്റ് ചെയ്യണം നിങ്ങൾ. അതാ ഉടമ്പടിയുടെ നിബന്ധനകൾ. അതിപ്പോൾ ഉടമ്പടി പുതുക്കിയ 2 മാസം മുമ്പാണെങ്കിൽ അതിന് ശേഷമുള്ള പത്രത്തിൻ്റെ കാർഡൊക്കെ അച്ഛൻ ചോദിക്കും. ഇപ്പോൾ ഡിസംബറിൽ ഉടമ്പടി പുതുക്കിയതാണ്, പിന്നെ കാണുന്ന ജനുവരിയിലെ കാർഡ് എന്ത് ചെയ്യും, ഫെബ്രുവരിയിലെ കാർഡ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. പത്രത്തിൻ്റെ കാർഡ് വേണം ചോദിക്കും. എന്താ കാര്യത്തിൽ നിങ്ങൾ പത്രം മുടക്കിയിട്ടെന്ന് അർത്ഥം. അപ്പം അങ്ങനെ ഉഴപ്പാൻ പാടില്ല ഉടമ്പടി. ഉഴപ്പില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ ഒന്നും കേട്ടാൽ ഇപ്പം തെറ്റായ കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് കറക്റ്റ് ചെയ്തോളൂ. തിരക്കിൻ്റെ ഇടയിൽ നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിട്ടാൽ പോയി. ഇപ്പോൾ മസ്കറ്റിലോട്ടാണ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോലി അവിടെ ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ചു. 99 ചിലപ്പോൾ 1% അങ്ങനെ വന്ന തിരക്കിടയിൽ അങ്ങനെ വന്നു പോയാലും അമ്മ ഞാൻ പറഞ്ഞിരിക്കണ കാരണം അമ്മ നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും. അതെനിക്ക് 30 കൊല്ലമായിട്ട് അറിയാവുന്ന അനുഭവങ്ങളാണ്. ഞാൻ വാപിടിച്ചു അമ്മേ എന്ന് ഞാൻ വിളിക്കും. എന്ന് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ആത്മീയമായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല.
അവൻ പറഞ്ഞതുപോലെ ചെയ്താൽ ബാക്കി എല്ലാത്തിനും ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉടമ്പടിക്കാലത്ത് ദൈവവുമായിട്ട് നല്ല തീക്ഷ്ണമായ ബന്ധം, ഒരു പേപ്പട്ടികളും പറയണ ഒന്നും കേൾക്കരുത്. എന്താ കാര്യം? ഉടമ്പടി ഉഴപ്പിയ ആൾക്കാരായിരിക്കും പറയണത്, ഞാൻ ഉടമ്പടി ചെയ്താണ് എനിക്ക് നടന്നില്ലെന്നൊക്കെ പറയും. അവൻ പേപ്പട്ടിയാണ്, അവൻ ഉടമ്പടി അവൻ ദൈവത്തിന് വേണ്ടി വന്ന ആളല്ല. അവൻ കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന പിശാചായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. അത് നീ തിരിച്ചറിയണം. അങ്ങനെയുള്ള കാര്യം ഉടമ്പടിക്ക് ഒരു കുഴപ്പമില്ല. എത്ര ചീഞ്ഞ കേസാണെങ്കിലും കർത്താവ് പറയും വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും. അപ്പം നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, നേരത്തെ ദിവസം ഉയർത്തി പിടിക്കുക. വിശ്വാസപ്രമാണം ചൊല്ലിട്ടെ. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood. Lord, infuse His Spirit, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless the Holy Relics, those who have grace and peace and power. തമിഴ് ഉടമ്പടി എടുത്തവരും ഹോസ്പിറ്റൽ മിഷൻ പ്രവർത്തകരും ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. മറ്റുള്ളവരെ ആശീർവാദം വാങ്ങിച്ചിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സമാപന ആശീർവാദം നേരത്തെ ദിവസം ഉയർത്തിപ്പിടിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ യേശുവേ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.